ഹായ് ഗേയ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ശനിയാഴ്ച നമ്മൾ അജ്മാന് പോയതാട്ടോ. നമ്മൾ അവിടെ ബീച്ചും അതേപോലെ തന്നെ പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടൊന്നിങ്ങനെ പുറത്ത് പോയതാട്ടോ. പിന്നെ നമ്മളൊരു അമ്മോൻ്റെ മോനുണ്ട്, അവനെ കാണാൻ വേണ്ടിയിട്ടും പോയതാട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ട് കളിച്ച് നമ്മളെ റൂമിൻ്റെ അവിടെയൊക്കെ ഫുള്ള് മലകളും അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ നമ്മൾ ഇങ്ങനെ പോവാണ്. ഞങ്ങളൊരു 4 മണി 4:30 ആയ ടൈമിലാട്ടോ പോയത്. വൈകുന്നേരം നമ്മൾ അങ്ങനെ പോയത്. ഇതാക്കണം അവിടെ ലീയൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കാണാൻ. പള്ളിൻ്റെ അവിടെയൊക്കെ ഭയങ്കര പൂക്കളും അങ്ങനെയൊക്കെ വെച്ച് കണ്ടുള്ള ഒരു ഇതാട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് മരുഭൂമി അങ്ങനത്തെ ഇതാട്ടല്ലത്. നമ്മൾ പോയപ്പോൾ ഒട്ടകത്തിന് ഇതൊക്കെ കണ്ടിട്ടോ. അങ്ങനെ ഫുള്ള് മരുഭൂമികൾ, നല്ല വെയിലുണ്ട് കേട്ടോ. 4 മണി 4:30 പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല വെയിലും നല്ല ചൂടും ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോയാൽ ഭയങ്കര ട്രാഫിക് കേട്ടോ. ആ ടൈം ആകുമ്പോൾ എല്ലാവരും ഓഫീസൊക്കെ കഴിഞ്ഞ് വരുന്ന ടൈം ആയതുകൊണ്ട് ഭയങ്കര ട്രാഫിക് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ എത്താൻ തന്നെ കുറേ നേരം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ശരിക്കും ഒരു 3 മണിയൊക്കെ ആയപ്പോൾ പോകേണ്ടിയിരുന്നു. എന്നാലേ കുട്ടികൾക്ക് ബീച്ചിലൊക്കെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എത്തിന് കേട്ടോ. ഞങ്ങൾ ബീച്ചിലൊക്കെ എത്തിയ ടൈം ആയപ്പോൾ ഒരു 7:30 7:45 ആയിക്കൊണ്ട് കേട്ടോ. ബീച്ചിലെത്തിയപ്പോഴേ പാർക്കിലെത്തിയപ്പോൾ ഒരു 9 മണി ആയും ചെയ്തിരിക്കണം. അപ്പം അങ്ങനെ ഏതായാലും പിന്നെ ഒരിക്കൽ പിന്നെ പാർക്കിൽ പോലെ നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടികൾ അല്ലേ, ഓരോട് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അത് എന്നെ വേണ്ടി വരുമല്ലോ എനിക്ക്. അങ്ങനെ പിന്നെ ഏതായാലും ഞങ്ങൾ പാർക്കിലും പോയിട്ടോ. ഇപ്പോൾ ഏതായാലും ഞങ്ങൾ അജ്മാനിൽ എത്താനായിട്ടുണ്ട് കേട്ടോ. ഓരോ ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ബിൽഡിങ്ങുകളും ഓരോ ഇതൊക്കെ കാണാനേ. അങ്ങനെ ഞങ്ങൾ അജ്മാനിൽ എത്തിക്കണം കേട്ടോ. ഓന് ഹോട്ടലിലാട്ടോ. അങ്ങനെ ഹോട്ടലിൻ്റെ അവിടെ എത്തി. അതൊരു ലുലുവിൻ്റെയും അതേപോലെ തന്നെ നെസ്റ്റോൻ്റെ ഒക്കെ അടുത്താട്ടോ. അജ്മാനിലെ ലുലുവിൻ്റെയും നെസ്റ്റോൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഓൻ്റെ ഹോട്ടൽ വരുന്നത് കേട്ടോ. ഭയങ്കര തിരക്കാട്ടോ, ഭയങ്കര ട്രാഫിക്കാണ്. ഭയങ്കര ഈ ആൾക്കാരൊക്കെ ആ ടൈമിൽ ഓഫീസും ഇതൊക്കെ കഴിഞ്ഞ് പോകണ്ടേ ഭയങ്കര ഇതാണ്. നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ല, മറ്റേ ബസ്സട്ട, ഇരട്ട ബസ് ഉണ്ടാവില്ല, ആ ബസ്സട്ട. അപ്പോൾ അതും ഇങ്ങനെ മോമോനും ലിയക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടോ, ഇത് അങ്ങനത്തെ ബസ്സാണ് പറഞ്ഞുകൊണ്ടേ. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ ഓനെ കണ്ട് സംസാരിച്ച് പിന്നെ ഓരോ ഹോട്ടലിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ബീച്ചിലാട്ടോ പോയിട്ടുള്ളത്. ഓൻ്റെ അവിടുന്ന് ഞങ്ങൾ ഇന്നത്തെ സ്പെഷ്യൽ മന്തിയാണ് പറഞ്ഞുകൊണ്ട് ഓൻ ഞങ്ങൾക്ക് മന്തിയൊക്കെ വാങ്ങിച്ചു തന്നിട്ടോ. ഞങ്ങളതൊക്കെ തിന്ന് പിന്നെ ഞങ്ങളവിടുന്ന് നേരെ ബീച്ചിലേക്ക് പോയിട്ടോ. ഇത് ഫസ്റ്റ് അവിടെ ചെന്ന് ഞങ്ങൾക്ക് സൂപ്പ് കിട്ടിയതാട്ടോ. അപ്പോൾ അതങ്ങനെ കുടിച്ചിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോകുന്നു കേട്ടോ. അവിടെ പോകുന്ന കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതുണ്ടല്ലോ ഒരു ബിൽഡിംഗ് ആട്ടത് ബീച്ചിൻ്റെ അടുത്തുനിന്ന് എടുത്തതാട്ടോ. നല്ല രസമുണ്ട്, ഫുള്ള് ലൈറ്റും ഇതൊക്കെ കണ്ടപ്പോഴേ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ബീച്ചിലെത്തിയൊക്കെ ഫുള്ള് രാത്രി ആയിക്കണം കേട്ടോ, ഒന്നും കാണണമൊന്നുമില്ല. പിന്നെ ഏതായാലും ഓലതല്ലേ അപ്പം അങ്ങനെ പോയി ഓലങ്ങനെ കളിച്ചു കൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഈ ബിൽഡിങ് കണ്ടപ്പോഴാണ് നല്ല രസം തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ലൈറ്റും അങ്ങനെയൊക്കെ ഇതാണ്ടില്ലേ, രാത്രി ആകുമ്പോഴാണല്ലോ ഒന്നും കൂടി രസം കാണാനും. എല്ലാ ബിൽഡിങ്ങിലും ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ ബീച്ചിലെത്തിയാൽ പിന്നെ ഇവർക്ക് ബീച്ചിൽ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം ഇതായിട്ട് മോമോ ആയാലും പിന്നെ ബീച്ചിൽ ഇറങ്ങാൻ പറ്റില്ല, ഈ ടൈമിൽ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ലീ എന്ത് ചെയ്തു, ആ ബീച്ചിൽ ഞാൻ കുറച്ച് നേരം കളിക്കട്ടെ പറഞ്ഞാണ്ട് മണ്ണുകൊണ്ടൊക്കെ ഓളിങ്ങനെ മാന്തി കളിക്കാട്ടോ. അങ്ങനെ കുറേ നേരം ഇരുന്ന് ഇപ്പോഴൊന്നും പോകണ്ട, കുറേ നേരം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഏതായാലും ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഇനി അടുത്തത് നമുക്ക് പാർക്കിൽ പോവാ പറഞ്ഞാണ്ട് അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പാർക്കൊക്കെ പോയിട്ടോ. അത് ഷാർജ നാഷണൽ പാർക്കാട്ടോ. നല്ല വലിയ പാർക്കാണത്. കണ്ടില്ലോള് മണ്ണിലിങ്ങനെ കളിക്കാട്ടോ. ഒക്കെ ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടൊരു സംഭവമാണത്. ബീച്ചിൽ പോയാൽ ഇതുപോലെ മണ്ണിൽ കളിക്കുക. ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കണോളി. എന്നിട്ട് ഓളനെ അത് പൊളിക്കുകയും ചെയ്യും, പിന്നെ അതിക്കൊന്ന് ഉണ്ടാക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ ഷാർജ നാഷണൽ പാർക്കിലെത്തിട്ടോ. അതിൽ എത്ര ഒരാൾക്ക് 6 റിയാൽ അങ്ങനെ എത്രയാണ് കേട്ടോ ടിക്കറ്റ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിട്ടോ. അതാണല്ലോ വലിയൊരു പാർക്കും, എത്രങ്ങാനും വലിയൊരു പാർക്ക് വെച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഒരു 5 മണി 6 മണി ആ ടൈമിലൊക്കെ വരികയാണെങ്കിൽ നല്ല രസമുണ്ടാവും കേട്ടോ. കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇതുണ്ട്,
ഓരോ റൈഡിങ് കേട്ടോ. ഇവർ മുമ്പൊക്കെ കുറച്ചിലൊക്കെ കയറി. ലിയക്ക് ഓരോന്നിൽ കയറുമ്പോഴും ഓൾക്ക് കയറണം എന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ ഓരോന്ന് കയറുമ്പോഴും ഓൾക്ക് പേടിയാണ്. ഓള് കരഞ്ഞുകൊണ്ട് നിൽക്കും. ഏതായാലും പിന്നെ കുറച്ചൊക്കെ കയറി. പിന്നെ ഓൾക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഊഞ്ഞാൽ. ഊഞ്ഞാലിൽ പിന്നെ ഓളങ്ങനെ ആടിക്കൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ഇതാക്കണോ ഓള് ഇതാവുന്നുണ്ട്. ഓള് ഇതിൽ കയറിയിട്ടില്ല. വേറെ ഒന്നിൽ കയറിയപ്പത്തിന് ഓളും മോമും കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടി വന്നപ്പത്തിന് ഓളാകെ പേടിച്ചിക്കണം കേട്ടോ. അങ്ങനെ കുറേ കുട്ടികളുണ്ട്, നല്ല തിരക്കുണ്ട്, ഇതുണ്ട്. ഇതിങ്ങനെ ഓൾ കയറി പോകുന്നുണ്ട്. പക്ഷേ കയറി അവിടെ എത്തിയപ്പോൾ തന്നെ പിന്നെ ഓൾ പിന്നെ ഇറങ്ങണില്ല, സ്ലൈഡ് ചെയ്യണില്ല. ഓൾക്ക് പേടിയാവാണ് ഇറങ്ങാണ്ട്. പിന്നെ എന്നാൽ ഓളോട് അന്ന് അങ്ങോട്ട് പോരേ ഇറങ്ങാണ്ട് ഓളായിട്ടും പോന്ന് ഞാൻ അവിടെ ഇരിക്കുള്ളൂ. അത് ഇതായി വരില്ല, അവൾക്ക് പേടിയാണ് കാരണം. ഇതാണെങ്കിൽ വലിയൊരു പാർക്കാണ്, നല്ല രസമുണ്ട് കാണാൻ. വലിയ പാർക്കാണ്. കുറേ ആൾക്കാരുണ്ട്. ഓരോരുത്തർ വന്ന് കുട്ടികൾ കളിക്കുന്നുണ്ട്, അവരുമ്മമാരും ഉപ്പാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തർ ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിക്കാണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അങ്ങനത് രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെ കേട്ടോ. ഇത് നമുക്ക് കയറിയിട്ടവൾക്ക് പേടിയാണ്. അവൾ പേടിയാണ് പറഞ്ഞുകൊണ്ട് കരയാണ്. പിന്നെ ഞങ്ങളവിടെ നിന്ന് പോയി നേരെ ഊഞ്ഞാലിക്ക് പോയിട്ടോ. ഊഞ്ഞാലായപ്പോൾ പിന്നെ അവൾക്ക് ഇഷ്ടമായി. പക്ഷേ ഊഞ്ഞാലിനാണല്ലോ ക്യൂ നിൽക്കുന്നുണ്ടല്ലോ, ഓരോരുത്തർ ഓരോ അമ്മമാർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്. അത്ര തിരക്കാണ് ഊഞ്ഞാലിന്. പിന്നെ ഞങ്ങൾ കുറച്ച് അതിലൊക്കെ ഇങ്ങനെ നടന്നിങ്ങനെ പോയി. പിന്നെ ഞങ്ങളവിടെ അവിടെ പോയിക്കാണ്ട് കുറച്ച് നേരം ഇരുന്ന് കേട്ടോ. അപ്പോൾ ഉണ്ട് ഫ്ലൈറ്റ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഈ പാർക്കിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഷാർജ എയർപോർട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ കൂടി ഫ്ലൈറ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് താഴത്തു കൂടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്തതാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനേ. നമ്മളിപ്പോൾ എടുത്തുനിന്ന് അങ്ങനെ കാണാനല്ലോ, നമ്മൾ മുകളിൽ നിന്നല്ല കാണലുള്ളൂ. അപ്പോൾ നമ്മൾ എടുത്തുനിന്ന് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് ഞങ്ങൾ ബീച്ചിൽ നിന്ന് ഇങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ എടുത്തിട്ടുള്ളതാട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താട്ടോ അതിൽ കാണിക്കുന്നത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഞങ്ങൾ അവിടുന്ന് തിരിച്ച് റൂമിലേക്ക് പോന്നു കേട്ടോ. റൂമിലെത്തിയപ്പോൾ ഒരു 10 മണി 10:30 ഒക്കെ ആയിക്കണം കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോസ് നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ നമ്മൾ എടുത്തിട്ടില്ല. ഇനി എന്ത് വീഡിയോ വേണ്ട വെച്ചാൽ ഞങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ.